ഹലോ ഗൈസ്, വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി ആർ കൃഷ്ണ എന്ന ഈ ഒരു അഭിനേത്രി അറിയാത്തവരായി ആരും തന്നെ കാണത്തില്ല. അതിലുപരിയായിട്ട് ടെലിവിഷൻ രംഗത്ത് ദീർഘവർഷമായിട്ട് അവതാരകയായിട്ട് തിളങ്ങുന്ന ഒരു അഭിനേത്രി കൂടിയാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. വളരെ ദീർഘകാലമായിട്ട് ഇവിടുത്തെ അഭിനേത്രികളൊക്കെ ആരോപിക്കുന്ന വലിയൊരു ആരോപണമുണ്ട് ഇവിടുത്തെ ചില യൂട്യൂബ് ചാനലുകൾക്ക് എതിരെ. അവരുടെ ക്യാമറയും തൂക്കി ഇവരൊക്കെ പങ്കെടുക്കുന്ന പല പ്രോഗ്രാമുകളിലും ചെന്ന് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ക്യാമറ ഫോക്കസ് ചെയ്ത് അതിലെ ചിത്രങ്ങളും വീഡിയോകളും ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതി, അതിനെ വലിയ രീതിയിൽ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അഭിനേത്രി അതിന് എതിരായിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യമേ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പൊതുവെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിന്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പം എന്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത്, പുള്ളിക്കാരി യൂട്യൂബിൽ ഇട്ട സമയത്ത് ഒരു മീഡിയ, രോമാഞ്ചം മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ, അവര് അതിലേതൊരു വൈറ്റ് ഷോട്ടിൽ എന്റെ ഒരു നേവൽ സ്ലിപ്പ് ആവുന്നുണ്ട്. അവരത് ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്ന അവന്മാരത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവന്മാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു. അതെടുത്ത് ഒരുപാട് പേജസിലിട്ടു. ഇന്ന് അവന്മാരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്മാരുടെ അക്കൗണ്ട് പോയി. ഇത് എവിടൊക്കെ വരുമോ എനിക്കറിയില്ല. ആരും ഇത് പ്രതികരിക്കാത്തോണ്ടായിരിക്കും. എന്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല. അത് ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും. ഇതാവശ്യമില്ലാതെ എന്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ലതും വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വായിരിക്കുന്ന പച്ചത്തെറി കേൾക്കുന്നുണ്ട്. എനിക്കറിയാം ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. എന്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്ന നല്ല പണി വാങ്ങിക്കും. ഇത് ഭീഷണിയൊന്നുമല്ല, അതെന്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും. ഇത് വേറെ ആരും ചുമ്മാ വന്ന് പറയുന്നതല്ല, ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത്. ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും. സോ ബെറ്റർ, നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി, എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി, ആവശ്യമില്ലാതെ എന്റെ സാധനങ്ങൾ ഇട്ടാ പണി കിട്ടും. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ അഭിനേത്രി പറഞ്ഞ കാര്യത്തോട് എത്ര ശതമാനം നിങ്ങൾ യോജിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പരാതികൾ പല അഭിനേത്രിമാരും ഇതുപോലെ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അവരാരും മുന്നിട്ടിറങ്ങി ഇത്തരത്തിൽ പരാതി കൊടുത്ത് ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ പൂട്ടിക്കുവാൻ ആരും തയ്യാറായിട്ടില്ല. അപ്പോൾ വളരെ ധീരമായിട്ടുള്ളൊരു നടപടിയാണ് പാർവതി ആർ കൃഷ്ണയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ ഈ ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ കൂണുപോലെ പൊട്ടിമുളയ്ക്കുകയും ഇങ്ങനെ ഈ അഭിനേത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പല സ്ഥലങ്ങളിലും പോയി വളരെ ഫോക്കസ് ഉള്ള വലിയ ക്യാമറകൾ ഉപയോഗിച്ച് വളരെ ദൂരെ ഇരുന്ന് അവരുടെ നഗ്നതയൊക്കെ ഇതുപോലെ ഫോക്കസ് ചെയ്തെടുത്ത് ഈ യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്ക് പേജുകളിലൊക്കെ അപ്ലോഡ് ചെയ്ത് കാശുണ്ടാക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ഇവർ അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിൽ ഇതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പണം ലഭിക്കും. അതുകൊണ്ടാണ് അവർ ഇത്ര റിസ്ക് എടുത്ത് ഇത്തരത്തിലുള്ള ഫോട്ടോകൾ അവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള അഭിനേത്രിമാരുമുണ്ട്, താല്പര്യമില്ലാത്ത അഭിനേത്രിമാരുമുണ്ട്. അപ്പോൾ ഈ പാർവതി ആർ കൃഷ്ണയെ കുറിച്ച് പറയുമ്പോൾ അവർ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. ഒരു മകനുണ്ട്, ഭർത്താവുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ അവർക്ക് അത്തരം കാര്യങ്ങൾ ഇഷ്ടമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള ആളുകളുണ്ട്. അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് അവർക്ക് താല്പര്യമാണ്. ഇത്തരത്തില് ക്ലീവേജും നേവലും ഒക്കെ കാണിച്ചുകൊണ്ട് അവര് മനഃപൂർവ്വമായിട്ട് വരുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ധാരാളമായിട്ടുണ്ട്. അത് അവരുടെ ഒരു പ്രൊമോഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അത്തരം വീഡിയോഗ്രാഫിക്ക് വേണ്ടി അവർ നിന്നു കൊടുക്കാറുണ്ട്. അവരുടെ ഫോട്ടോകൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിൽ അവർക്ക് വലിയ എതിർപ്പുമില്ല. അപ്പോൾ അത്തരം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് വേണം ഇത്തരം ആളുകൾ വീഡിയോ ഷൂട്ട് ചെയ്യാനും ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനും വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ സമ്മതമില്ലാത്ത ആളുകളുടെയൊക്കെ ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അത് തെണ്ടിത്തരമാണെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ പറയാനില്ല. ഈ അപ്ലോഡ് ചെയ്യുന്നവന്മാരുടെയൊക്കെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഫോട്ടോകൾ ഇതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യുമോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഉത്തരം മുട്ടും. എന്തായാലും പാർവതി ആർ കൃഷ്ണയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ധീരമായിട്ടുള്ള ഒരു നടപടിയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തില് എല്ലാ ആളുകളും പ്രതികരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ കുറവ് വരും. ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ ഒരുപാട് ആളുകളെ വിട്ടാണ്, അതായത് ഇവരൊക്കെ എവിടൊക്കെ പങ്കെടുക്കുന്നു അവിടൊക്കെ ഇവരുടെ പ്രതിനിധികൾ കാണും. ക്യാമറയായിട്ട് വലിയ ഫോക്കസ് ഉള്ള ക്യാമറകളാണ്.
ഈ അഭിനേത്രിമാരെ ആരും അറിയത്തില്ല. അവര് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവര് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കും, ഫോട്ടോ എടുക്കും. അത് അതുപോലെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആളുകളും ഫോട്ടോ അല്ല എടുക്കുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ഫോട്ടോ ആയിരുന്നു എടുക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ക്യാമറകൾ ഉപയോഗിച്ച് വളരെ ദൂരെ ഇരിക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോ അങ്ങ് ചിത്രീകരിക്കുകയാണ്. അപ്പൊ ഫുൾ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചതിന് ശേഷം ഇവരത് എഡിറ്റിംഗ് ടേബിളിൽ എത്തുന്ന സമയത്ത് അതിനകത്ത് ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ക്ലീവേജോ അല്ലെങ്കിൽ ഈ പറയുന്ന നേവലോ അങ്ങനെ അവർ തിരിയുമ്പോഴോ അല്ലെങ്കിൽ മറിയുമ്പോഴോ അല്ലെങ്കിൽ അവർ എണീക്കുന്ന സമയത്ത് അവരറിയാതെ കാണുകയാണെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ ഇത് യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യും. അത് കാണുവാൻ വേണ്ടി ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരുപാട് മലയാളികളുണ്ട്. അവർക്ക് നല്ല വ്യൂ അതിനകത്ത് ലഭിക്കുകയും ചെയ്യും. അതുവഴി അവർക്ക് പണം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് കൃത്യമായ രീതിയിൽ ഈ അഭിനേത്രിമാരൊക്കെ ഇടപെടണം. ഇതുപോലുള്ള സ്ട്രൈക്കുകളും പരാതികളൊക്കെ കൊടുക്കണം. ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ പൂട്ടിക്കണം. അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. അതാണ് ശരിയായ രീതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.